നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി എന്താണെന്ന് പറയൂ ചേച്ചി, എന്താ സംഭവിച്ചത്? ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് ഇനി ഇവരുടെ സന്തോഷം കൂടി നശിപ്പിക്കണ്ട. പറയേച്ചി, എന്താ ഇഷ്യൂ? എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. സങ്കടവാ? അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് ഒരു സങ്കടം തോന്നുന്നില്ലേ? തോന്നുന്നില്ലേന്നോ? എന്റെ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടേ എന്റെ ചങ്ക് പിടയ്യ. ദേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാതെ സിദ്ധുവിനോട് ദേഷ്യവും പകയും കാണിച്ച നിന്നെ ഞാൻ വച്ചേക്കില്ല. മുത്തശ്ശി, ഞാൻ പറയുന്നൊന്നും ദേ, നീ എന്നെ മുത്തശ്ശിന്ന് വിളിക്കണ്ട. നീ എന്നോടൊന്നും പറയുകയും വേണ്ട. മുത്തശ്ശി, ദേവികേച്ചിക്ക് പറയാനുള്ളത് ചേച്ചി പറയട്ടെ. സ്മൃതി, നീ ഇവളുടെ വക്കാലത്ത് പിടിക്കാൻ നിൽക്കാതെ നീ നിന്റെ കാര്യം നോക്കിപ്പോ. അല്ല, എന്താ ഇവിടെ എല്ലാരും കൂടി ദേവികയെ ശല്യപ്പെടുത്താണോ? അവൾ ഇത്തിരി നേരം സ്വസ്ഥായിട്ടൊന്ന് ഇരുന്നോട്ടെ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ശല്യപ്പെടുത്താതെ ഒന്ന് പോവാൻ നോക്ക്. നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഇവള്, ഈ ദേവിക സിദ്ധുവിനെ ഭയപ്പെടുത്തുന്നത് ശകാരിക്കുന്നത് നീ കണ്ടായിരുന്നോ? ഇല്ലല്ലോ. മനുഷ്യത്വം ഇല്ലാതെയാ ഇവൾ ഇവനോട് പെരുമാറുന്നത്. അമ്മ, ദേവികയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അമ്മ മനസ്സിലാക്കണം. സിദ്ധുവിനെ എന്തെങ്കിലും തരത്തിൽ ദേവികയ്ക്ക് വിഷമിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതവളുടെ മനസ്സിന്റെ പ്രയാസം കൊണ്ടല്ലേ. ദേവികയെന്നല്ല, ദേവികയുടെ സ്ഥാനത്ത് ഇപ്പൊ ആരായിരുന്നാലും ഇങ്ങനെ പെരുമാറുള്ളൂ. സിദ്ധു, നിന്നോട് ദേവികയെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നീങ്ങി വന്നേ. ഇനി നീ ഇവിടെ നിക്കണ്ട. ഈ ഭാഗത്തേക്ക് ഇനി വന്നു പോകരുത്. വേണ്ട, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? സിദ്ധു മാത്രല്ല, എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങണം. ദേവിക മാത്രം മതി ഈ മുറിയില്. അവള് കുറച്ചുനേരം തനിച്ചൊന്നിരിക്കട്ടെ. അമ്മ, അമ്മ വന്നേ. സിദ്ധു, വന്നേ. വരാൻ. നല്ലത്. അച്ഛാ, അമ്മേ, അമ്മേ, ഋഷി, ഇവിടെ ആരും ഇല്ലേ? ആരുടെ ഒച്ചാനൊക്കൊന്നും കേൾക്കുന്നില്ല. അതെ, വല്ലാത്തൊരു ഡെഡ് സൈലൻസ്. അല്ല, ഇനി ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് സംഭവിക്കാൻ? അച്ഛാ, അച്ഛാ, അമ്മേ, 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 അമ്മേ. ഋഷി, ആരും വിളി കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോ അച്ഛനമ്മയും പുറത്തു പോയിട്ടുണ്ടാവും. അതിന് കാറ് പുറത്ത് കിടക്കല്ലേ? ഓ, ഞാനത് ശ്രദ്ധിച്ചില്ല. അച്ഛനമ്മയും ചിലപ്പോ കിടന്ന് ഉറങ്ങിയായിരിക്കും. താൻ വാ, നമുക്ക് പോയി ദേവിയേച്ചിയോട് ചോദിക്കാം. ചേച്ചി
ചേച്ചി ഞാനും ഋഷിയായിട്ടുള്ള പിണക്കം എല്ലാം പൂർണ്ണമായിട്ട് മാറി. ഒരു കോൾഡ് കോഫി ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ അതങ്ങ് ബ്രേക്ക് ചെയ്തു. ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും ചേച്ചിക്കാ. ചേച്ചിയുടെ അഡ്വൈസാ ഞങ്ങളുടെ പിണക്കമൊക്കെ മാറ്റിയെടുത്തേ. അതിന്റെ സന്തോഷത്തില് ചേച്ചിക്കൊരു ഇത്തിരി മധുരം. ദേ ചേച്ചി ഈ സ്വീറ്റ്സ് എടുത്തേ. എടുക്ക ചേച്ചി. ചേച്ചി ചേച്ചി എന്ത് പറ്റി? ചേച്ചി എന്താ പറ്റിയത്? കാര്യം പറ ചേച്ചി. എന്താ പ്രശ്നം? ചേച്ചി എന്താണെന്നൊന്ന് പറയൂ ചേച്ചി. എന്താ സംഭവിച്ചത്? ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞ് ഇനി ഇവരുടെ സന്തോഷം കൂടി നശിപ്പിക്കണ്ട. പറ ചേച്ചി, എന്താ ഇഷ്യൂ? എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. വാ. ഹലോ അമ്മേ. എടി, നിന്റെ അമ്മായിയമ്മ അടുത്തുണ്ടോ? ഇല്ല, ആന്റി ഹാളിലാന്നാ തോന്നുന്നേ. ആ, നീ ഈ ഫോണും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് അത് സ്പീക്കറിലിട്. എനിക്ക് നിന്നോടും മായോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചെല്ല്. ആ ശരി അമ്മേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആന്റി. എന്താ മോളെ? അമ്മ ഫോണിലുണ്ട്. അമ്മയ്ക്ക് എന്താ സംസാരിക്കണമെന്ന് ഞാൻ സ്പീക്കറിലിടാം. അമ്മേ. ആ, നീ ഇവിടെ എത്തിയോ? ആ, ഇവിടെ അങ്കിളും ആന്റിയും ഉണ്ട്. അമ്മ പറഞ്ഞോ. രണ്ടുപേരും അടുത്തുണ്ടോ? ഉണ്ട് സുലോചനെ. സുലോചന പറഞ്ഞോളൂ. അതെ, ശ്രീകല ഇവിടെ ആകെ കലി തുള്ളി നിൽക്കുക. സിദ്ധാർത്ഥനെ കയ്യെ കെട്ടിയ അപ്പ കൊന്നു കളയുന്ന മട്ടില അവളിവിടെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്നു. സ്വന്തം അച്ഛനെ കൊന്ന ആളിന്റെ കൂടെ ദേവിക അവിടെ കഴിയുന്നതിനോട് ശ്രീകലയ്ക്ക് ഒരിക്കലും പൊരുത്തപ്പെടാനാവുന്നില്ല. എങ്ങനെയും ദേവികയെ പൊന്നാരൻ തോട്ടത്തുനിന്ന് ഇറക്കിക്കൊണ്ടുവരാനുള്ള പുറപ്പാടില്ല ശ്രീകല. അല്ല, ദേവികയെ അവിടുന്ന് പുറത്താക്കുകയാണല്ലോ നിങ്ങളുടെയും ആഗ്രഹം. നിങ്ങളുടെ ആ ആഗ്രഹം അറിയാവുന്നത് കൊണ്ടാ ഞാൻ ഈ സന്തോഷ വാർത്ത നിങ്ങളെ വിളിച്ചറിയിച്ചത്. അതെ സുലോചനെ, ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊന്നും സുലോചന ഇങ്ങോട്ട് വിളിച്ചറിയിക്കാൻ നിൽക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.